ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? സുഖമെന്ന് വിശ്വസിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പെറ്റിൻ്റെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ എന്താണ് ഇന്നത്തെ വിഭവം എന്ന് നോക്കാം നമുക്ക്. ഇന്ന് ഞാൻ കുറച്ച് അമ്ല, അതായത് നെല്ലിക്ക, പച്ച നെല്ലിക്ക. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് വില കൂടുതലാണ് കേട്ടോ. ഇനി തണുപ്പ് സമയമാകുമ്പോൾ ഇതിന് വില കുറയും. ഇപ്പോൾ 150 രൂപയൊക്കെ ഉണ്ട്, 140 രൂപ അങ്ങനെ ഒരു കിലോയ്ക്ക്. തണുപ്പ് സമയമാകുമ്പോൾ 80 രൂപയൊക്കെ വരുള്ളൂ. അന്നേരം ഞങ്ങൾ ഒരുപാട് മേടിച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഇന്ന് 1/2 കിലോ ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നെല്ലിക്ക കൊണ്ടിട്ട് നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനിത് കഴുകി ഈ തുണി കൊണ്ടൊക്കെ തുടച്ച്, എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ വീഡിയോ തന്നെയാണ്, ഈ തുണി കൊണ്ടൊക്കെ തുടച്ചിട്ട് ഞാൻ വച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഓരോ നെല്ലിക്കയും ഞാൻ ഫോക്ക് കൊണ്ട് അത് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഈ ഫോക്ക് കൊണ്ടിട്ട് നമ്മൾ ഈ ഫോക്ക് കൊണ്ടിട്ട് ഞാനിങ്ങനെ കുത്തി ഇങ്ങനെ ഒന്ന് കുത്തി എല്ലാത്തിനും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഫോക്ക് കൊണ്ട് ഒന്ന് എന്താണെന്ന് അറിയാമോ, ഇതിൻ്റെ അകത്ത് എല്ലാ ഗ്രേവിയും ഒന്ന് കയറാനാണേ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കഴുകി തുടച്ച് ഈ ഫോക്ക് കൊണ്ട് ഇങ്ങനെയൊക്കെ കുത്തിയിട്ട് ഞാനിവിടെ വച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് ഞാൻ ഇഡലി തട്ടിലിട്ട് ഒന്ന് പുഴുങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഉണ്ടാക്കണം എന്നല്ലേ, നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ അവിടെ കേരളത്തിലൊക്കെ പറയുന്നത് തേൻ നെല്ലിക്ക എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് അമ്ല മുരബ്ബ എന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചിലവർ ശർക്കരയൊക്കെ ഇട്ട് പൊടിച്ചും പഞ്ചസാര ഇട്ട് പൊടിച്ചും ചിലവർ വെള്ളക്കൽക്കണ്ടൊക്കെ എടുക്കും. അപ്പോൾ ഞാനതൊന്നും എടുക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ കാണിച്ചു തരാം എങ്ങനെയെന്ന്. അതിന് വേണ്ടി ഞാനിത് ഒരു 2-3 ചെറിയ ഡാൽച്ചീനി, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഇച്ചിരി കുരുമുളക് കേട്ടോ, ഒരുപാടൊന്നുമല്ല, പിഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ശരിക്കും ഒറിജിനൽ തേനാണ് കേട്ടോ. ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി, അപ്പോൾ തേനിങ്ങനെ, അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തേൻ ഉണ്ട് കേട്ടോ. അപ്പോൾ തേനും പിന്നെ കൂടാതെ താൾമിശ്രി എന്ന് പറയും. താൾമിശ്രി എന്ന് പറയുമ്പോൾ പനം കൽക്കണ്ട്, ഇവിടെ താൾമിശ്രി എന്നാണ് പറയുന്നത്. കൽക്കണ്ടം, പനം കൽക്കണ്ടും വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നെല്ലിക്കയുടെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, കണ്ണിനും കാഴ്ചയ്ക്കും ഹെയറിനൊക്കെ നല്ലത്, വിറ്റാമിൻ സി, അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ചെറിയ പിള്ളേർക്ക് പോലും മനസ്സിലാവും. പിന്നെ പനം കൽക്കണ്ട് മറ്റേ വെള്ള കൽക്കണ്ടിനേക്കാളും പനം കൽക്കണ്ടാണ് നല്ലത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചിലവർ ശർക്കര പൊടിച്ച് ചേർക്കും, ചിലവർ പഞ്ചസാര പൊടിച്ച് ചേർക്കും, ചിലവർ വെള്ള കൽക്കണ്ടം ചേർക്കും. ഞാൻ അതൊന്നും അല്ല കേട്ടോ, പനം കൽക്കണ്ടാണ്, അതായത് ബ്രൗൺ കളറിൻ്റെ കൽക്കണ്ടമാണ്. ഇതാണ് ഇത്. ഇങ്ങനെ വേണമെങ്കിൽ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിക്കും കേട്ടോ, പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പനം കൽക്കണ്ടിൻ്റെ ഏറെ ഗുണങ്ങളാണ്. ഷുഗറുള്ള പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പനം കൽക്കണ്ട്. പിന്നെ അതുകൂടാതെ കഫം അലിയിക്കാൻ, നിങ്ങൾക്കറിയാമല്ലോ, ഉള്ളിയും പനം കൽക്കണ്ടൊക്കെ ഇത് വെച്ച്. അപ്പോൾ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. തേനെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല തേനാണ്. അപ്പോൾ ഈ തേന് ഡബറിൻ്റെ ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തേനിലെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയൊക്കെ ശുദ്ധീകരിക്കാനും നമ്മുടെ സൗണ്ട് ശുദ്ധീകരിക്കാനും പിന്നെ കഫങ്ങൾ മിൽട്ടായി പോകാനും ഒക്കെ ഇത് 2 സാധനവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇത് ആദ്യം തന്നെ ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ട് വരാം. മിക്സിയിലിട്ട് ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. ഈ താൾമിശ്രി അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് വന്നപ്പോൾ ഇങ്ങനെയായിട്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു കേട്ടോ. എന്നിട്ട് ഞാനിത് കളയൂല. ഞാൻ ഈ മിക്സിയിൽ ഈ പൊടി ഉണ്ടല്ലോ, ആ പൊടിയിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വെള്ളം കേട്ടോ ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി വെക്കുക. അപ്പോൾ അതൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നെല്ലിക്ക ഇങ്ങനെ വെന്ത് പൊളർന്നെന്ന് പറയണ്ട കേട്ടോ. ചിലർ അങ്ങനെ അത് ഒന്ന് വിടിവിച്ച് അതായത് ഒന്ന് ഇത് അല്ലികളായിട്ട് എടുത്തിട്ട് അങ്ങനെയും കറി വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ നമ്മളിത് വേറെ പാത്രത്തിലേക്ക് ആക്കട്ടെ.
അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ വച്ചു. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ കേട്ടോ. നിങ്ങൾ കൂടുതൽ ഫ്ലെയിമിലൊന്നും ചെയ്യലേ. ഇതിന് ഇത്തിരി സാവകാശം വേണം, പേഷ്യൻസ് വേണം എപ്പോഴും ചെയ്യുമ്പോൾ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മിശ്രി താൾ മിശ്രി പനം കൽക്കണ്ട് ഇട്ട് കൊടുക്കുന്നു. ഞാനിത് ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ, താൾ മിശ്രിയാണ്, പഞ്ചസാരയൊന്നും അല്ല. എന്നിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം ഞാൻ ആ മിക്സി കഴുകി വെച്ചില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ടിത് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് പേഷ്യൻസ് വേണം കേട്ടോ. അപ്പോൾ ഇപ്പോഴൊന്നും തേനൊന്നും ഒഴിച്ച് കളയില്ല. തേനൊക്കെ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചായി കഴിഞ്ഞ് തണുത്തതിന് ശേഷമാണ് നമ്മൾ തേൻ ഒഴിക്കണം. ഞാൻ ഒഴിക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെയാണ് വെക്കുന്നത് ഈ കൽക്കട്ട സൈഡിലൊക്കെ. പലരും പല വിധത്തിലാണല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ, നമ്മുടെ ഹസ്ബൻഡിന് ഷുഗറൊക്കെ ഉള്ളത് കാരണം ഞാൻ പനം കൽക്കണ്ട്. ഇവിടെ എല്ലാവർക്കും കഫവും ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ കുരുമുളക്, ദാൽച്ചീനി, ഗ്രാമ്പു, ഇത് നല്ലതാണ് കേട്ടോ ചുമക്ക്, ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹണി, തേനും പനം കൽക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നേച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ ഷുഗറോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഞാനിതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നു. നെല്ലിക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് സാവകാശം വേണം. ചിലവർ നല്ല കറുപ്പിച്ചെടുക്കുന്നവരെടുക്കും, ചില റെഡ് കളറിൽ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വറ്റും തോറും ഉണ്ടല്ലോ, ഇത് കൽക്കണ്ടമല്ല. കൽക്കണ്ടം എന്ന് പറയുമ്പോൾ പനം കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ കരിപ്പെട്ടി, അതറിയാമല്ലോ നിങ്ങൾ, അതിൽ നിന്നല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തണുക്കും തോറും ഉണ്ടല്ലോ ഒരു റബ്ബർ പോലെ വരും. അപ്പോൾ അതിന് അനുവദിച്ചുകൂടാ. നമ്മൾ കുറച്ച് അത്ര അധികം ഫ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ കാരമൽ അത്ര അധികം ഇതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുറച്ചൊക്കെ ഒരു ഇതിലായിരിക്കും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മളിത് തിളപ്പിച്ച് ഇളക്കി വെച്ച് കൊടുക്കണം. ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇത് പിന്നെ കുറച്ച് നമ്മൾ വേവിച്ച് വരുമ്പോൾ, അതായത് ഫ്രൈ ആയി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസറി ഇതിപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ താൾ മിസറി വേണം, പനം കൽക്കണം, കുറച്ചും കൂടെ ഇടണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പൊടിക്കുകയൊന്നും വേണ്ട. ഞാൻ ഇടാനല്ല, എൻ്റെ മധുരം പാകമാണ്, എന്നാലും ഞാൻ കാണിച്ചു തരണമെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് അതിൽ കൂടെ കിടന്ന് അലിഞ്ഞ് ഒക്കെ വന്നോളൂ. അപ്പോൾ ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നുമില്ല. കഫത്തിനും ചുമയ്ക്കും ഇത് ഡെയിലി ഒരു നെല്ലിക്കയും ഒരു ഹാഫ് ടീസ്പൂൺ ഇതിൻ്റെ സിറപ്പും കൂടെ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഈ കഫമൊക്കെ മിൽട്ടായി പോയി നമ്മുടെ തൊണ്ടയ്ക്കും നമ്മുടെ സൗണ്ടിനും എല്ലാം കൊണ്ട് നല്ലതാണ്. പിന്നെ വയറ്റിൽ നിന്ന് നല്ലതായിട്ട് പോകും കേട്ടോ. കാരണം പനം കൽക്കണ്ട് ആ നെല്ലിക്കയുടെ ഇതുമല്ലേ, അപ്പോൾ വയറ്റിൽ നിന്ന് നല്ലതായിട്ട് പോവും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിനേക്കാൾ കുറച്ച് ഇതായിട്ടാണ് ഞാൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കും കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മുടെ ഇവിടെ തേൻ നെല്ലിക്ക എന്നാണ് പറയുന്നത്. ഇവിടെ അമ്ല മുരബ്ബ എന്ന് പറയും കേട്ടോ. അമ്ല മുരബ്ബ പലതും പല രീതിയിൽ. ചിലവർ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പുഴുങ്ങിയിട്ട് അതിൻ്റെ ഓരോ അല്ലികൾ ഇങ്ങനെ എടുത്തിട്ട് കുപ്പിയിലിട്ട് വെറും തേന് മാത്രം ഒഴിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടെടുക്കും. പനം കൽക്കണ്ട് ഇടുന്നത് ഈ ചുമയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇതുപോലെ ഒന്ന് കഴിയാതെ അത് ചീത്തയാക്കരുത്, ഫ്ലോപ്പ് ആവാതെ നമ്മൾ നോക്കി ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഏതുവരെ ആയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആയി വരുന്നുണ്ട്. ചിലർ കറുപ്പിച്ചിങ്ങെടുക്കുമ്പോഴേ ചിലപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. നമ്മൾ കൽക്കണ്ടമൊക്കെ അല്ലേ, അത് കൽക്കണ്ട കരിപ്പെട്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ.
അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികം നമ്മളങ്ങ് ഫ്രൈ ചെയ്ത് ഈ റബ്ബർ പോലെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാക്കണ്ട. ഒരു ഇത്തിരി ഗ്രവിയോട് കൂടി എടുത്തിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ തേൻ ഒഴിച്ചെടുക്കുക. അപ്പോൾ എന്താണെന്നറിയാമോ, ഇങ്ങനെ റബ്ബർ പോലെ പിടിക്കൂല കേട്ടോ. പിന്നെ കൈലിയിലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഒരു പക്ഷേ ബൈ ചാൻസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി വെള്ളം അതിൽ തന്നെ തിളപ്പിച്ച് ഈ കൈലി അതിലേക്ക് ഇടുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും കേട്ടോ. അപ്പോൾ അത് കൈലി പിടിച്ചു പോയി എന്നൊന്നും പറഞ്ഞാൽ ആരും പേടിക്കേണ്ട. അപ്പോൾ ഇതാണ്, ഇത് ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തിരി പേഷ്യൻസൊക്കെ വേണം. കാണിച്ചു തരാം. ഇതൊക്കെ നല്ല സാധനമല്ലേ ഫ്രണ്ട്സ്, അല്ലേ? ഇത് ഏത് പ്രായക്കാർക്ക് കഴിക്കാമെന്നുള്ള, വയസ്സായവർ ചുമയ്ക്കും, ഏത് പ്രായക്കാർക്കും കഴിക്കും. കൊച്ചു പിള്ളേർക്കായാലും വയസ്സായുള്ളവർക്കാണ് കൂടുതൽ ചുമ വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ് സിഗരറ്റ് വലിക്കുന്നുള്ളതുകൊണ്ട് ഒരുപാട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് മോനും ഞങ്ങൾ 4 പേർക്ക് കഫത്തിൻ്റെയൊക്കെ പ്രോബ്ലം വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കഴിച്ചിരുന്നാലും ഉണ്ടാകും. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം മഴ പെയ്തപ്പോൾ നല്ല തണുപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം ചൂടായപ്പോൾ കുടുകൂടാ വിറക്കാൻ തുടങ്ങി. കൂടുതൽ ഇവിടെ ചൂടാണ് കേട്ടോ. ഇത് ശരിയായിട്ടൊക്കെ വരണുണ്ട്, വരട്ടെ. അപ്പോൾ വളരെ തീ കുറച്ച് വെച്ച് കൊടുത്തിരിക്കുന്നേ. അപ്പോൾ ഫ്രണ്ട്സ്, ചിലവർ ഈ പാകത്തിലെടുത്ത് ചിലവർ കറുത്ത കളറാക്കുക. കറുത്ത കളറാവും. പിന്നെ ഇത് കണ്ടോ, ഇത് ഫ്രൈ ആയി വരുന്തോറും ഇത് കണ്ടോ, കൈ കൊണ്ടൊന്നും തൊടല്ലേ, ഭയങ്കര ചൂടാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കറുകപ്പട്ടയുടെയും പിന്നെ നമ്മുടെ പനം കൽക്കണ്ടിൻ്റെയും എല്ലാത്തിൻ്റെയും ആയിട്ട് കുരുമുളകിൻ്റെയും ഗ്രാമ്പൂൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ചിലവർ ഒന്നും കൂടെ ഫ്രൈ ആയിട്ട് എടുക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അധികം കറുത്ത കളറിൽ എടുക്കുന്നില്ല. കാരണം അങ്ങനെ എടുക്കും തോറും നമ്മളത് ഇതൊന്നും കൂടെ ഒരു അട്ട പോലെ ഒട്ടി പിടിക്കുമല്ലോ. ഇത് പാം ക്യാൻഡി അല്ലേ. അപ്പോൾ എന്തായിക്കോട്ടെ, കരിപ്പട്ടി ആയിക്കോട്ടെ, ശർക്കര ആയിക്കോട്ടെ, എന്തായിരുന്നാലും അങ്ങനെ ലാസ്റ്റ് വരുമ്പോൾ ഇതൊന്നും ഇങ്ങനെ അതിൻ്റെ കാരമൽ ഇങ്ങനെ വന്ന് ഒട്ടിപ്പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടാത്തവർക്ക് അധികം ഫ്രൈ ആക്കണ്ട. ഈ ഒരു പാകമാകുമ്പം തന്നെ എടുക്കാം. ഞാൻ കുറച്ചും കൂടെ എടുത്തു. ഇപ്പം തന്നെ ഇത് കണ്ടോ, ഞാൻ ആ ഫോക്ക് കൊണ്ട് കുത്തി കൊടുത്തോണ്ട് ഇതിൻ്റെ അകത്ത് ആ മിസറിയുടെ മധുരവും എല്ലാം. പിന്നെ നമ്മൾ തേൻ ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുള്ളൂ. ഒരു ഇളം ചൂടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തേന് ചൂടാക്കരുത്. അതായത് ഈ നെല്ലിക്ക ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കും. ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ചൊന്ന് തണുക്കിട്ട്. അപ്പോൾ എന്താണെന്നറിയാമോ, ഇതുപോലെ ഒട്ടിപ്പിടിക്കൂലേ, ഈ നമ്മുടെ കൽക്കണ്ട ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഉണ്ടാകില്ല കേട്ടോ. പിന്നെ ഇത് തേൻ നെല്ലിക്ക എന്നാണല്ലോ പറയുന്നത്. തേനാണ് ഇതിൻ്റെ മെയിൻ സാധനവും. ചിലവർ ഈ പാകത്തിലും എടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തു നോക്കാം. അപ്പം ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് തീ വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാട്ടായാലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ പാടാൻ പോകുന്ന പാട്ട് എൻ്റെ കൊല്ലത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവർ സീതാക്കളിയിലൊക്കെ ഭയങ്കരമാണ്. നിങ്ങൾ ഫേസ്ബുക്കൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. ഭയങ്കരമായിട്ട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ ആൾക്കാരാണ് കൊല്ലത്തുള്ളത്. അവർ നാടൻ പാട്ടിൻ്റെയൊക്കെ വലിയ കലാവിരുദ്ധന്മാരാണ്. അപ്പോൾ നമ്മുടെ ഷായി ചേട്ടൻ്റെ പാട്ടാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. 2 ലൈൻ, അവരെ പോലെയൊന്നും വരില്ല കേട്ടോ. എന്നിരുന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. പാടവരമ്പത്തെ പെണ്ണേ, എൻ്റെ പാടവരമ്പത്തെ പെണ്ണേ, പണ്ടേ കണ്ടൊരു പെണ്ണേ, എന്നെ പണ്ടേ നീയ പെണ്ണേ, പണ്ടേ കണ്ടൊരു പെണ്ണേ, ഞാൻ പണ്ടേ മിണ്ടിയ പെണ്ണേ, പാടവരമ്പത്തെ പെണ്ണേ, എൻ്റെ പാടവരമ്പത്തെ പെണ്ണേ, പൂന്തൂറ മുറ്റത്തെ കരടി കളിക്കിടെ ചിറണിയ പെണ്ണേ, പൂന്തൂറ മുറ്റത്തെ കരടി കളിക്കിടെ ചിനി തന്ന പെണ്ണേ, എൻ്റെ വേടൻ. എൻ്റെ ഇത് പോയി കേട്ടോ. ഇതിൽ ശ്രദ്ധിച്ചപ്പോൾ എല്ലാം പോയി. നമ്മളെ ഇതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തപ്പോൾ
പാട്ടിൻ്റെ എല്ലാ വരികളും പോയി. അപ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്യാം കേട്ടോ. പാടവരമ്പത്തെ പെണ്ണെ, എൻ്റെ പാടവരമ്പത്തെ പെണ്ണെ, പണ്ടേ കണ്ടൊരു പെണ്ണെ, ഞാൻ പണ്ടേ മിണ്ടിയ പെണ്ണെ, പണ്ടേ കണ്ടൊരു പെണ്ണെ, ഞാൻ പണ്ടേ മിണ്ടിയ പെണ്ണെ, പാടവരമ്പത്തെ പെണ്ണെ, എൻ്റെ പാടവരമ്പത്തെ പെണ്ണെ, പൂന്തൂറ മുറ്റത്തെ കരടി കളിക്കിടെ കരിങ്ങാച്ചി നീ തന്ന പെണ്ണേ, പൂന്തൂറ മുറ്റത്തെ കരടി കളിക്കിടെ കരിങ്ങാച്ചി നീ തന്ന പെണ്ണേ, എൻ്റെ വേടൻ തോടുത്തൊരു അമ്പിട്ടുളെ, എൻ്റെ വേടൻ തോടുത്തൊരു അമ്പിട്ടുളെ, പാടവരമ്പത്തെ പെണ്ണെ, എൻ്റെ പാടവരമ്പത്തെ പെണ്ണെ, പണ്ടേ കണ്ടൊരു പെണ്ണെ, ഞാൻ പണ്ടേ മിണ്ടിയ പെണ്ണെ, പാടവരമ്പത്തെ പെണ്ണെ, പാടവരമ്പത്തെ പെണ്ണെ. ഈ പാട്ടൊന്ന് സഹിച്ച് നിൽക്കുക കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ ഷായി ചേട്ടനാണ് ഇതൊക്കെ രചിച്ചതും ഒക്കെ. ഷായി ചേട്ടൻ ഈ പാട്ട് കേട്ടാൽ എന്നെ ഓടിച്ചിട്ട് തല്ലും കേട്ടോ. അവർ നല്ലതായിട്ട് ഈ നാടൻ പാട്ട് പാടുന്നതാണ്. എന്നാലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ പാടും. എല്ലാവർക്കും ഒരു 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 ഇതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അംല മുരബ്ബ ശരിയായിട്ട് വന്നു. ഇത് തണുക്കും തോറും ഒന്ന് കട്ടി പിടിക്കും. അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നമ്മുടെ തണുക്കുന്നതിന് വളരെ തണുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് എടുക്കും. അപ്പോൾ പാത്രത്തിലൊക്കെ നമ്മുടെ ആ മിശ്രിയൊക്കെ ഒന്ന് കട്ട പിടിച്ചിരിക്കുക. അതൊന്നും പേടിക്കണ്ട. നിങ്ങൾ ലാസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇത് കേട്ടോ, ഇപ്പം തന്നെ അത് പിടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വന്നോളൂ. നമ്മൾ തേൻ ഒഴിക്കുമ്പോൾ അത് ശരിക്കും ഇളകി വന്നോളും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ ഇവിടെ അംല മുരബ്ബ എന്ന് പറയും. അതായത് തേൻ നെല്ലിക്ക നമ്മുടെ. അപ്പോൾ ഞാൻ ഇച്ചിരി തണുത്തതിന് ശേഷം ചിലവർ ഭയങ്കരമായിട്ട് കറുപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ആക്കാം. അപ്പോൾ നമ്മുടെ അംല മുരബ്ബ, അതായത് തേൻ നെല്ലിക്ക ശരിയായിട്ട് വന്നു. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ കുറച്ച് ഉജാലയുടെ ഒരു ഇതുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത് നല്ല കളറായിട്ട് കാണാം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഇനി കുറച്ചൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ചെയ്യാൻ. നമ്മൾ ഇതൊരു 2-3 മിനിറ്റ് ഇരുന്ന് തണുത്തു. അപ്പോൾ നമ്മളത് തേൻ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. നല്ലവണ്ണം തേൻ ഒഴിച്ചു കൊടുക്കുന്ന, കണ്ടല്ലോ, ഇത് കണ്ടോ, തേൻ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് പിടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ്, ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഒട്ടിയൊന്നും പിടിക്കില്ല. കാരണം ഇത് നമ്മുടെ മിശ്രി ഒട്ടി പിടിച്ചിരുന്നാൽ ഈ തേൻ ഒഴിക്കുമ്പോൾ അത് ശരിയായിട്ട് വരും. അപ്പോൾ തേനാണ് ഇതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് കേട്ടോ, അത് ഓർക്കണേ. അപ്പോൾ ഞാനിത് ഒഴിച്ചു. ഇത് കണ്ടോ, ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഞാൻ ഒന്നും കൂടെ തണുത്തതിന് ശേഷം കുറച്ച് തേനും കൂടെ ഒഴിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കും. എന്നിട്ട് ഡെയിലി ഒരു ടീസ്പൂണിൽ ഇതുപോലെ ഒരു നെല്ലിക്കയും ഈ മിശ്രിയുടെയും തേനിൻ്റെയും ആ ഗ്രേവി, ആ സിറം കൂടെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് എല്ലാം നല്ലതാണ്. കഫമൊക്കെ നല്ലതായിട്ട് മിൽട്ടായിട്ട് അലിഞ്ഞ് തൊണ്ടയിലിരിക്കുന്ന കഫവും, തൊണ്ടയിലൊക്കെ ചിലവർക്ക് അടക്കയായിട്ട് ഇരിക്കാറുണ്ട് അല്ലേ, അതായത് തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട്, കഫം പോവാറില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേൻ ഒഴിക്കാം കേട്ടോ. ഞാൻ കുറേ തേൻ ഒഴിക്കും. അപ്പോൾ തേൻ ഒഴിക്കും തോറും നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, ഒട്ടിപ്പിടിക്കില്ല. ഇത് ഇങ്ങനെ വരും, കണ്ടല്ലോ. അതുകൊണ്ടാണ് ചിലവർ അത്ര അധികം ഫ്രൈ ആക്കാതെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഞാനിത് കുറേ പ്രാവശ്യമായി കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇതുപോലെ ഇരുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതേ കുപ്പിയിലാക്കി വെച്ചിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ടായി. ഇത് കണ്ടോ, ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചാണ്. കണ്ടോ, ആ മിശ്രയുടെയും ആ പനങ്കൽക്കണ്ടിൻ്റെയും തേനിൻ്റെയും ഗ്രേവി ലാസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഫുള്ളുണ്ടായിരുന്നതാണ്, അത് തീർത്തു.
മക്കളൊക്കെ കഴിച്ചു ഹസ്ബൻഡും ഡെയിലി കഴിക്കും, മക്കളും ഡെയിലി ആയിട്ട്. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പേ ഉണ്ടാക്കി ഒരു ബോട്ടിൽ ഇതുപോലെ അരക്കിലോ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് കണ്ടല്ലോ, ഇത് ഇന്നത്തത്. ഇത് കണ്ടോ, ഇത് ഇന്നത്തത്. ഞാൻ എന്നിട്ട് ഈ ബോട്ടിലിൽ തന്നെ അതങ്ങോട്ട് വെക്കും. അപ്പോൾ പേടിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് വരുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. അത് നമ്മൾ തേൻ ഒഴിക്കുമ്പോൾ ഇങ്ങ് വന്നോളും കേട്ടോ. അതാണ്, തണുക്കുമ്പോൾ നമ്മൾ തേൻ ഒഴിച്ചു കൊടുക്കുക, അപ്പോൾ വന്നോളും. ഇതാണ് തേൻ നെല്ലിക്ക അല്ലെങ്കിൽ അംല മുരപ്പ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ കേട്ടോ. ഇത് ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഫുൾ കുപ്പി ഉണ്ടാക്കി വെച്ചതാണ് കണ്ടോ. ഇതിങ്ങനെ തണുത്തപ്പോൾ ഇങ്ങനെ വന്നു കേട്ടോ. ആ മിക്സറിയുടെയും ആ തേനിൻ്റെയും ഇത് 1 ടീസ്പൂണും ഞാൻ പറഞ്ഞില്ലേ, ദേ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നെല്ലിക്കയുണ്ട്, തീർന്നിട്ടില്ല. നെല്ലിക്കയുണ്ട്, ഇത് കണ്ടോ. നെല്ലിക്കയായിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക വീട്ടിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നല്ലതാണോ ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നാലും എല്ലാവരിൽ നിന്നും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ മോൻ്റെ വീഡിയോ നാളെ ഞാൻ ഇടാം. അതുവരേക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.